Hello guys, welcome back to Catherine's Garage. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ അതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മേലെ കാർഡും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സ്കിപ്പ് ചെയ്ത രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന് എൻവയോൺമെൻറ്റും ഒന്ന് ക്യാമറയും. അതിനകത്ത് എൻവയോൺമെൻറ്റിനെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഡയമെൻഷൻ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഡയമെൻഷനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ, എന്തിനാണ് നമ്മൾ ഡയമെൻഷൻ യൂസ് ചെയ്യുന്നതെന്നൊക്കെ. നമ്മൾ മോക്കപ്സ് ക്രിയേറ്റ് ചെയ്യാനാണല്ലോ, 3D മോക്കപ്സ് ക്രിയേറ്റ് ചെയ്യാനാണ് ഡയമെൻഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ക്ലയൻറ്റ് വന്നിട്ട് നമ്മളടുത്ത് പറയുകയാണ് പുള്ളിയുടെ മോക്കപ്പ് നല്ലൊരു രീതിക്ക് പുള്ളിക്ക് പ്രസൻറ്റ് ചെയ്ത് നമുക്ക് കാണിക്കണം. നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മൾ ക്ലയൻറ്റിനെ ഇമ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ നമുക്കത് പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ഇല്ലുസ്ട്രേറ്ററിലോ ഫോട്ടോഷോപ്പിൽ ഇതേപോലെ മോക്കപ്പ് ഉണ്ടാക്കി പിന്നെ ഫോട്ടോ മാനിപ്പുലേറ്റൊക്കെ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലേ നമ്മൾ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്താകുമ്പോഴത്തേക്കും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ലൊരു ലൈവായിട്ട് തന്നെ, ഐ മീൻ നമുക്ക് റിയാലിറ്റിയിൽ തന്നെ റിയൽ വേൾഡിൽ ഇരിക്കുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ മോക്കപ്പ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അധികം പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമുക്ക് ആദ്യം ഒരു മോക്കപ്പ് ജസ്റ്റ് ഉണ്ടാക്കുക. അതിനൊരു കോസ്മെറ്റിക്കിൻ്റെ മോക്കപ്പാണ് ഉണ്ടാക്കുന്നത്, ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു ജാർ എടുത്തു. ഞാൻ അതിന് കുറച്ച് ഇത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ടൈമിന് കുറച്ചുകൂടെ പറയാൻ ഇതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ വർക്കും ചെയ്ത് പോകുമ്പോഴത്തേക്ക് അധികം മുഷിപ്പുണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത് കുറേ പേര് ഡയമെൻഷൻ യൂസ് ചെയ്ത് നോക്കി കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ നിങ്ങളെല്ലാവരും യൂസ് ചെയ്ത് നോക്കുന്നതിന്. അപ്പോൾ ലാസ്റ്റ് കാണിച്ചു തരാം. രണ്ട് മൂന്ന് പേര് എനിക്ക് വർക്ക് അയച്ചു തന്നിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ലാസ്റ്റ് ചെയ്തെല്ലാം അത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും യൂസ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടിട്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ യൂസ് ചെയ്ത് നോക്കണം. ജസ്റ്റ് നമുക്ക് പറ്റിയൊരു രീതിക്ക് ഞാനൊരു മോക്കപ്പ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിതിന് നല്ലൊരു എൻവയോൺമെൻറ്റ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ മോക്കപ്പ് ചെയ്താണ് ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യുന്ന. ക്ലയൻറ്റിന് തുറയണം ഇങ്ങനെയല്ല, നല്ലൊരു രീതിക്ക് നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള രീതിക്ക് എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ഇതൊരു സ്ഥലത്ത് ഇരിക്കുന്നിട്ട് ഇപ്പോൾ ഒരു മേക്കപ്പിൻ്റെ സെറ്റാണല്ലോ. അപ്പോൾ ഈ ജാറൊരു മേക്കപ്പ് ബോക്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ ഒരു അക്സസറീസിൻ്റെ കൂടെ ഇരിക്കുന്നിട്ട് എനിക്കൊന്ന് കാണാൻ സാധിക്കും. എങ്ങനെയായിരിക്കും ഇത് ഇരുന്ന് കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും സാധാരണ രീതിക്ക് നമുക്കിത് കഷ്ടപ്പാടുള്ള പണിയാണ്. ഫോട്ടോ എടുത്ത് ഫോട്ടോഷോപ്പിൽ കൊണ്ട് വെച്ച് പിന്നെ കളർ കറക്റ്റ്, ലൈറ്റിങ്, ഷാഡോ, ബാലൻസ്, അങ്ങനെ കുറേ കാര്യമൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അധികം പണിയൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് തന്നെ നമ്മുടെ മോക്കപ്പ് ക്രിയേറ്റ് ആയി അല്ലേ. അപ്പോൾ നമുക്കിനി വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിൽ ഇതിൻ്റെ അകത്ത് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒന്നൊരു ഇമേജ് വെച്ചും ക്രിയേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് വെച്ച് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഒരു ഇമേജ് വെച്ച് എങ്ങനെയാണ് നല്ലൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ലൈറ്റ് സെറ്റ് ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ എൻവയോൺമെൻറ്റ് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അല്ലാതെ നല്ലതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ലൈറ്റ് സെറ്റിങ്. നിങ്ങളടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലൈറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഇപ്പോൾ മേളിൽ ഇടതുവശത്താണ് ലൈറ്റിങ് കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് ലൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ എൻവയോൺമെൻറ്റ് നല്ലവണ്ണം ക്രിയേറ്റ് ചെയ്യാൻ ലൈറ്റിംഗ് വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇമേജസ്, ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ കുറേ ഇമേജസ് അവർ തന്നിട്ടുണ്ട്. പിന്നെ ഈ 3 ടൂള്, പഴയ വേർഷൻ ആണെങ്കിൽ ഹൊറിസോൺ ടൂളുകൾ ഉണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് ഹൊറിസോൺ ടൂള് ഓർബിറ്റ് ടൂളിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ ഈ 3 ടൂളും നമ്മുടെ ലൈറ്റും ഇമേജസൊക്കെ വെച്ചാണ് നമുക്ക് നല്ലൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഇമേജ് ആഡ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരു ഇമേജ് തന്നെ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു ടേബിൾ എന്നും പറഞ്ഞ് ഇമേജ് കിടപ്പുണ്ടല്ലേ, ഞാനത് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നമ്മുടെ 3D മോഡൽ അല്ലെ മോക്കപ്പ് ഇവിടെ മാറിയാണ് ഇരിക്കുന്നത്. ഇങ്ങോട്ടൊക്കെ വെക്കണം. അതിൻ്റെ ലൈറ്റ്, ഈ ഒരു എൻവയോൺമെൻ്റ് ആയിട്ടുള്ള ലൈറ്റ്, ഈ ഒരു ഷോപ്പോ അല്ലെങ്കിൽ ഈ ഒരു ഇൻറ്റീരിയറിലുള്ള ആ വാം ലൈറ്റ് എനിക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരണം. ഇത് നമ്മളിപ്പോൾ ഫോട്ടോഷോപ്പിൽ ചെയ്യുകയാണെങ്കിൽ എന്താണ് ചെയ്യുക, നമ്മൾ ആദ്യം ഇത് കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പിന്നെ ഈ ലൈറ്റ് ബാലൻസ് ചെയ്ത് ലൈറ്റ് കൊടുത്തു, പിന്നെ അതിന് വേണ്ടിയുള്ള ഷെയ്ഡ് കൊടുത്തു, അങ്ങനെ കുറേ ടൈം പോകുമല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് അത്രയൊന്നും ഇല്ല. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നോക്കി കാണാം, ആക്ഷൻ്റെ കൂടെ മാച്ച് ഇമേജ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഇമേജ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക്, ഈ ഒരു
ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ 2-3 ഓപ്ഷൻ വരും. മാച്ച് ഇമേജ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ റീസൈസ് ടു ക്യാൻവാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇമേജിൻ്റെ സൈസിലേക്ക് നമ്മുടെ ക്യാൻവാസ് റീസൈസ് അപ്പ് ചെയ്യപ്പെടും. എനിക്കത് ചെയ്യണമെന്നില്ല, എനിക്ക് ഈ ഒരു സൈസ് തന്നെ മതി. ഇനി അങ്ങനെയാണ് വേണമെങ്കിൽ ഇപ്പോൾ ക്ലയൻറ്റ് വരുന്ന അതേ ഫോട്ടോയുടെ സൈസിൽ തന്നെയാണ് നിങ്ങൾക്ക് തിരിച്ച് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊടുക്കാം, ടിക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് ടിക്ക് മാറ്റുകയാണ്. പിന്നെ ക്രിയേറ്റ് ലൈറ്റ്സ്. ഓക്കെ, എനിക്ക് ഇതിൻ്റെ വേണ്ടിയിട്ടുള്ള മൾട്ടിപ്പിൾ ലൈറ്റ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണം ഇതിൻ്റെ അകത്ത്. മാച്ച് ക്യാമറ പെർസ്പെക്റ്റീവ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഫോട്ടോ എടുത്തിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണാമല്ലേ, ഏതൊരു ആംഗിള്. പക്ഷേ ഇതിൻ്റെ ആംഗിൾ ഞാനിപ്പോൾ ഒന്ന് മാറ്റിയിടുകയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ആംഗിൾ ഇങ്ങനെയും വെച്ചു. ഇപ്പോൾ പ്രൊഡക്റ്റിനെ നമ്മൾ നോക്കുന്ന ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജിന് നമ്മൾ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ മാച്ച് ചെയ്യണം. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിനകത്ത് മാച്ച് ക്യാമറ പെർസ്പെക്റ്റീവിലൂടെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ഒന്നുകൂടെ അൺടിക്ക് ചെയ്യുന്നു, ജസ്റ്റ് ഓക്കെ അടിക്കുന്നു. ഓക്കെ അടിക്കുമ്പോൾ ഇത് ലോഡാവും. ലോഡിങ്. ഓക്കെ, അപ്പോൾ ഷെയ്ഡൊക്കെ വന്നു, എല്ലാം വന്നു. ഇനി അധികം പണിയൊന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ എടുത്ത് നോക്കാം, റെൻഡർ പ്രിവ്യൂ എടുത്ത് നോക്കാം. ഗ്രിഡ് ഞാനൊന്ന് ഓഫാക്കിയിട്ട് നോക്കാം കേട്ടോ. ഉണ്ടോ, ഇത്രയുള്ള കാര്യം. നമുക്ക് ഇത്ര പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള അവൈലബിൾ ഇമേജ് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ ക്ലയൻറ്റ്, ഞാൻ പറയില്ല, ക്ലയൻറ്റ് ഒരു ഇമേജ് വരും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇമേജ് മാറ്റിയിട്ട് ഞാൻ കഴിഞ്ഞ 2 ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെ, ഈ ഒരു ഇമേജ് എടുക്കാം, വൈറ്റ് ഇമേജ്. ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് എടുത്തു, നല്ലപോലെ തന്നെ കിടപ്പുണ്ടല്ലേ. അപ്പോൾ എനിക്ക് ഈ ഒരു ഇമേജിൻ്റെ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഇമേജിൻ്റെ ആ ഒരു വാം ലൈറ്റാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഇത് നല്ല ബ്രൈറ്റ് ലൈറ്റാണ്. അപ്പോൾ ഇതുമായിട്ടൊന്നുകൂടെ മാച്ച് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് മാച്ച് ക്ലിക്ക് ചെയ്യുക, റീസൈസ് വേണ്ട. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് കണ്ടോ, മാച്ച് ക്യാമറ പെർസ്പെക്റ്റീവ് ഓഫാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മുടെ അഡോബ് ഡയമെൻഷൻ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങനെയാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു AI ഉണ്ട്. അപ്പോൾ അത് വെച്ചാണ് ഇവർ ജഡ്ജ് ചെയ്യുന്നത്, ഈ ക്യാമറ ഏത് ലെവലിലായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ എനിക്കൊന്നും ഇത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഫോട്ടോയിൽ, അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഓപ്ഷൻ തരാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്കിപ്പോൾ ലൈറ്റ് മാത്രം മതി. ഇപ്പോൾ ഏതായാലും ഓൾറെഡി അവിടെ ഇരിക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ലൈറ്റ് മാത്രം മതി. ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ലൈറ്റും കറക്റ്റായി. ഞാനപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചു. നമുക്കൊന്ന് പ്രിവ്യൂ നോക്കാം. ഒരു കുഴപ്പമില്ല, കറക്റ്റായിട്ട് അവിടെ ഇരിക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലേ. ഇതിൻ്റെ അകത്ത് അധികം മാറ്റമൊന്നും വരുത്തണ്ട. നമുക്ക് ഇത്ര പെട്ടെന്നാണ് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി മനസ്സിലാകാത്തവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് നോക്കേണ്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഒരു ഇമേജ് കൂടെ നമുക്ക് പ്ലേസ് ചെയ്ത് നോക്കാം. ഈ ഒരു എല്ലാ ഇമേജ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ നമ്മൾ ഈ 2 ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആംഗിളാണ് ഈ കിടക്കുന്നത് അല്ലേ. ഇത് 3 ടോപ്പ് വ്യൂ അല്ലെങ്കിൽ ആ ഒരു വ്യൂ നിന്ന് എടുത്തേക്കുന്ന മോഡൽ ഫോട്ടോ ആണുള്ളത് നമ്മുടെ ഇമേജ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് മാച്ച് ഇമേജ് കൊടുക്കുന്നു. ഓക്കെ, ഇതിൻ്റെ അകത്തുണ്ട് ക്യാമറ പെർസ്പെക്റ്റീവ്. ഞാൻ ഇതെല്ലാം റീസൈസ് ചെയ്യുന്നില്ല, അത് കളയുന്നു. ഞാൻ ഓക്കെ അടിക്കുകയാണേ. അടിച്ചു, ഉണ്ടോ, ലൈറ്റ് കറക്റ്റായി, ആംഗിൾ കറക്റ്റായി, എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഞാനപ്പോൾ ഇത് ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ വെച്ച് കൊടുത്തിട്ട് ഞാൻ പ്രിവ്യൂ നോക്കുന്നു. കറക്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ടല്ലേ. അത് വേറെ ഇമേജ് ആണെന്നൊന്നും പറയില്ല. അപ്പോൾ ഗ്രിഡ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഗ്രിഡ് നമുക്ക് ഓഫ് ചെയ്ത് നോക്കാം. ഗ്രിഡ് ഓഫ് ചെയ്തിട്ട് നമുക്ക് റെൻഡർ പ്രിവ്യൂ എടുത്ത് നോക്കുമ്പോൾ കാണാം, കണ്ടോ, വളരെ കറക്റ്റായിട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ആകെ എനിക്കൊരു പ്രശ്നം തോന്നുന്നത് ഇതിൻ്റെ ലൈറ്റിങ് മാറിക്കിടപ്പുണ്ട്. ലൈറ്റിങ് ബാക്കിലാണ് ഷാഡോ കിടക്കുന്നത്, പക്ഷേ ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിലേക്കാണ് ഷാഡോ കിടക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് അതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഗ്ലോബൽ ലൈറ്റിങ്ങിൽ ഗ്ലോബൽ റൊട്ടേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ റൊട്ടേഷൻ എങ്ങോട്ടാണ് ഇത് കണ്ടോ, എനിക്കിപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കാണാം റൊട്ടേറ്റ് ആവുന്നുണ്ട് ഷെയ്ഡ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഷെയ്ഡ് എങ്ങോട്ടാണോ വേണ്ടത് ആ ഷെയ്ഡിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഫ്രണ്ടിലേക്കാണ് ഇതിൻ്റെ അകത്ത് ഷെയ്ഡ് കിടക്കുന്നത്. അപ്പോൾ ഞാനത് കൊടുത്തു. ഒന്നുകൂടെ റെൻഡർ പ്രിവ്യൂ നോക്കുകയാണ്.
ഓക്കെ, ഇപ്പോൾ സെറ്റാണ്. ഇനി അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടെ കുറച്ച് കൊടുത്താൽ മതി. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്കൊന്ന് കുറക്കാം. ഓക്കെ, നമുക്ക് ഷാഡോയുടെ ഒപ്പാസിറ്റി ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ നമുക്ക് ഇതിൻ്റെ അകത്ത് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്ലയൻറ്റിന് ഒരു സാധനം സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം എടുക്കുകയുള്ളൂ. അത് കറക്റ്റായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൂടിപ്പോൾ എത്ര മിനിറ്റ് ആയെന്ന് എനിക്കറിയില്ല. 10 മിനിറ്റിലാണ് ഞാനിപ്പോൾ 3 എൻവയോൺമെൻറ്റിലേക്ക് ഇത് കറക്റ്റ് ചെയ്ത് വെച്ചത്. ഇപ്പോൾ നമുക്കറിയാം ഫോട്ടോഷോപ്പിലാണ് നമ്മൾ എന്തോരം കഷ്ടപ്പെടണം. അതിൻ്റെ ഷെയ്ഡൊക്കെ ആദ്യം പ്രൊഡക്റ്റ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. പിന്നെ ഇതിന് പറ്റിയ ലൈറ്റ് കൊടുക്കണം, ഷാഡോ കൊടുക്കണം. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എറേസ് ചെയ്ത് കളഞ്ഞ് ആകെ റഷാണ്, ടൈം വേസ്റ്റാണ് നമുക്ക്. മറിച്ച് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന്, അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ക്ലയൻറ്റിന് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്സിനോ എന്തിനെങ്കിലുമൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇമേജ് വെച്ചൊരു നല്ലൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്കറിയാം, നമ്മൾ മുമ്പത്തെ തവണയൊക്കെ മോക്കപ്പ് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ എന്ന് മാത്രമാണ് നമുക്ക് ഫോട്ടോഷോപ്പിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് മോക്കപ്പ് കിട്ടുന്ന രീതി ആംഗിൾ ഏതാണോ ആംഗിളിന് സൂട്ടാകുന്ന ഇമേജ് മാത്രം നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇടാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജ് കിട്ടിയാൽ മതി. ആ ഇമേജിലേക്ക് നമ്മുടെ മോക്കപ്പ് നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് ഡോട്ട് ഡയമെൻഷൻ വെച്ച് പ്ലേസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും ഈ വീഡിയോ കാണണം, ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയ വർക്ക് എനിക്ക് അയച്ചു തരണം. എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാ IDs ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് നമുക്ക് 2 സുഹൃത്തുക്കൾ നമ്മുടെ അവർ ചെയ്ത വർക്ക് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ 2 പേരും നല്ല രീതിക്ക് തന്നെ അവരുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവരുടെ വർക്ക്. അപ്പോൾ ഇതേപോലെ ഓരോ ആൾക്കാർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ തുടങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും അയച്ചു തരണം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, കൂടെ ഒരു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതും അങ്ങ് നിൽക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.